ഞാൻ ദൈവത്തിന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനിയ കർത്താസി സിസ്റ്റർ ജെസ്സി സക്കറിയ മനോഹരമായി ഗാനം ആലോപിച്ച് നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർത്ത സിസ്റ്റർ ചിത്രലേഖ, ഈ മീറ്റിംഗിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പരിചയപ്പെടുത്തലുകൾക്കും മുഖവിലകൾക്കും പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് വചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഞാൻ പ്രാരംഭത്തിൽ വായിച്ചു കേൾപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഏഴാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. രണ്ടാം ഭാഗം മാത്രം. സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. അപ്പോസ്തലനായ പൗലോസ് പത്മോസ് ദ്വീപിൽ അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ താൻ എഴുതിയ പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകമെന്ന് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഈ പത്മോസ് ദ്വീപിലേക്ക് അയക്കപ്പെട്ടവരാരും മടങ്ങി വൻകരയിലേക്ക് വന്നിട്ടില്ല. അവിടെ കിടന്ന് ആയുസ് കഴിച്ച് അവിടെ കിടന്ന് മരിച്ചിട്ടുള്ളവരേ ഉള്ളൂ. ഈ പത്മോസ് ദ്വീപിൽ പോയിട്ടുള്ള എല്ലാവരും തന്നെ. ഈ യോഹന്നാൻ പത്മോസിൽ കിടക്കുന്നു. ഒരു മടങ്ങി വരവിന് യാതൊരു പ്രതീക്ഷയുമില്ല, സാധ്യതയുമില്ല. എല്ലാ വാതിലുകളും അവനെതിരായി കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. മുഴുവൻ വാതിലുകളും യോഹന്നാനെതിരെ അടഞ്ഞു കിടക്കുമ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ തുറന്നു എന്ന് പറഞ്ഞിരിക്കുന്ന 7 കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഓർപ്പിച്ചിട്ട് നിരാത്തിൽ ചിന്തിക്കാൻ പോകുന്ന വിഷയം അതല്ല, മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. എല്ലാ വാതിലുകളും അടഞ്ഞ സ്ഥാനത്ത് യോഹന്നാന് വേണ്ടി മറ്റു പലതും തുറന്നു കൊടുത്തു. അല്ലെങ്കിൽ താൻ എഴുതിയ വെളിപ്പാട് പുസ്തകത്തെ തുറന്നു എന്നെഴുതാൻ ദൈവാത്മാവ് യോഹന്നാൻ ആഹ്വാനം കൊടുക്കും. പ്രാരംഭത്തിലെ ദൂത് ഞാൻ പറയാം. ദൈവത്തിലെ നിനക്കെതിരായി മുഴുവൻ വാതിലും അടഞ്ഞു കിടന്നാലും ദൈവം നിനക്ക് വേണ്ടി മറ്റ് പല വാതിലുകളും തുറക്കുന്നവനാണ്. വെളിപ്പാട് പുസ്തകത്തെ തുറന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം 3-ാം അധ്യായം 8-ാം വാക്യം. 3-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഫിലദൽഫിയ സഭയുള്ള ദൂതാണ്, നമുക്കറിയാം. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇത് ഫിലദൽഫിയ സഭയ്ക്ക് മാത്രമുള്ള ദൂതല്ല. വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാനും ഇത് ബാധകം. ഇത് ഇന്ന് രാത്രി വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നമുക്കും ഇത് ബാധകമാണ്. നമ്മുടെ മുമ്പിൽ ദൈവം വാതിലുകൾ തുറന്നു വച്ചിട്ടുണ്ട്. ചിലത് അടഞ്ഞു കിടപ്പുണ്ട്. വൻകരയിലേക്കുള്ള യാത്ര അസാധ്യം. തിരിച്ച് ആൾക്കാരെ കൊണ്ടുപോകാൻ കപ്പലൊന്നുമില്ല, കൊണ്ടുവിടാനേ കപ്പലുള്ളൂ. പക്ഷേ വേണ്ടേ, ഭക്തന് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നു. രണ്ടാമത് തുറന്നു എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം 4-ാം അധ്യായം 1-ാം വാക്യം. 4-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ലോകത്തിലെ വാതിൽ അടയപ്പെട്ടെന്നേ ഉള്ളൂ. ലോകത്തിലെ നിനക്കെതിരെ വാതിലടച്ചെങ്കിലും അതിൽ
ഞാൻ നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു. സ്വന്തം ഭവനത്തിലെ വാതിൽ അടയപ്പെട്ടാലും സ്വർഗീയ പിതാവ് സ്വർഗീയ ഭവനത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ട്. 3, തുറന്നു എന്ന് പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ കാര്യം 5-ാം അധ്യായം 5-ാം വാക്യം. 5-ാം അധ്യായം 5-ാം വാക്യം. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചു. പുസ്തകം തുറന്നു. 1 വാതിൽ തുറന്നു, 2 സ്വർഗം തുറന്നു, 3 പുസ്തകം തുറന്നു. ഈ പുസ്തകം അടച്ചിരിക്കുകയാണ് നൂറ്റാണ്ടുകളായി. ഈ പുസ്തകം തുറന്നാലേ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. 6-ാം അധ്യായം തൊട്ട് ഓരോ മുദ്ര പൊട്ടിച്ച് 7 മുദ്രയും പൊട്ടിച്ച് പുസ്തകം നിവർത്തിയപ്പോൾ യഹൂദന്റെ വീണ്ടെടുപ്പിന്റെ കാര്യമാണ് പുസ്തകത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. യഹൂദനൊരു വീണ്ടെടുപ്പുണ്ട്. യഹൂദൻ മുഴുവനോടെ രക്ഷിക്കപ്പെടും. ഇന്ന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുക, അന്ധത പിടിച്ചിരിക്കുക. പക്ഷെ അവനെ ഭാവിയെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് അടഞ്ഞു കിടക്കുന്നത്. ആ പുസ്തകം വേണ്ട തുറന്നു. ഇനി തുറന്ന 10-ാം അധ്യായം 2-ാം വാക്യം. ഉണ്ടായിരുന്നു തുറന്നിരിക്കുന്ന ചെറു പുസ്തകം. ഈ 5-ാം അധ്യായത്തിലെ പുസ്തകമാ ഈ 10-ാം അധ്യായത്തിലെ പുസ്തകം താരതമ്യ പഠനം ചെയ്യാവുന്നതാണ്. 5-ാം അധ്യായത്തിലെ പുസ്തകം വലിയ പുസ്തകമാണ്, അകത്തും പുറത്തും എഴുത്തുള്ള പുസ്തകം. ഈ പുസ്തകം എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകമല്ല ഭാവനയെ കൊണ്ടുവരേണ്ടത്. തോൾ ചുരുൾ വേണം ഭാവനയെ കൊണ്ടുവരാൻ. അക്കാലത്ത് തോൾ ചുരുളേ ഉള്ളൂ. അപ്പോൾ ഈ തോല് ചുരുട്ടിയിട്ട് അവിടെ മുദ്ര വയ്ക്കും, സീൽ അടിപ്പിക്കും. പിന്നെ ഒന്നും കൂടെ ചുരുട്ടിയിട്ട് 2ാമത്തെ സീൽ വയ്ക്കും. ഇങ്ങനെയാണ് 7 മുദ്ര ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിച്ച് തുറക്കണമെങ്കിൽ ആദ്യം 1ാമത്തെ മുദ്ര പൊട്ടിക്കണം, എന്നിട്ട് 1 നിവർത്തും. അപ്പോൾ 2ാമത്തെ മുദ്ര അത് പൊട്ടിക്കണം. ഇങ്ങനെയാണ് 7 മുദ്രയും പൊട്ടിച്ച ഈ തോൽ ചുരുള് മുഴുവനും നിവർത്തേണ്ടത്. ഇതിന്റെ അകത്തും എഴുത്തുണ്ട്, പുറത്തും എഴുത്തുണ്ട്. അതാ അകത്തും പുറത്തും എഴുത്തെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇതൊരു ബൃഹത്തായ പുസ്തകമാണ് 5-ാം അധ്യായത്തിലെ പുസ്തകം. 10-ാം അധ്യായത്തിലെ പുസ്തകം ഒരു ചെറിയ പുസ്തകമാണ്, അത് തുറന്നിരിക്കുന്ന പുസ്തകമാണ്. അതിന്റെ താരതമ്യത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, അതെല്ലാം നമ്മുടെ പഠന വിഷയം. ഇനിയും തുറന്നു എന്ന് പറഞ്ഞിരിക്കുന്ന 5-ാമത്തെ കാര്യം 11-ാം അധ്യായം 19-ാം വാക്യം. 11-ാം അധ്യായം 19-ാം വാക്യം. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവന്റെ നിയമപെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. ഇവിടെ തുറന്നത് സ്വർഗത്തിലെ ദൈവാലയം തുറന്നു. ആ ആലയത്തിൽ നിയമപെട്ടകം പ്രത്യക്ഷമായി. നിയമപെട്ടകം പ്രത്യക്ഷമായി. പുറകാലെ അക്കാര്യം ഞാൻ ഓർപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവാലയത്തിൽ മറ്റ് ഈ ഭൂമിയിലുള്ള ആലയത്തിലുള്ള ഒരു ഉപകരണവുമില്ല. സമാഗമന കൂടാരത്തിന്റെ കാര്യമാണ്. യാഗപീഠം, പിച്ചളത്തൊട്ടി, ധൂപപീഠം, കാഴ്ചയപ്പത്തിന്റെ മേശ, ഇങ്ങനെ പല ഉപകരണങ്ങളുണ്ട്. പക്ഷെ സ്വർഗത്തിലെ ദൈവാലയം തുറന്നപ്പോൾ അവിടെ ഒരു ഉപകരണം മാത്രമേ പ്രത്യക്ഷപ്പെട്ടു. അത് നിയമപെട്ടകം, സാക്ഷിയിൻ പെട്ടകം. ചുമലിൽ എടുത്തുകൊണ്ട് നടന്നതായ ആ നിയമപെട്ടകം. ആ നിയമപെട്ടകം യേശുക്രിസ്തുവിന്റെ നിഴലാണ്.
നാം ചുമന്നുകൊണ്ട് കിടക്കുന്ന പെട്ടകം തടിപ്പെട്ടകമല്ല. ദൈവത്തിന്റെ തനിപ്പകൽപ്പായ ക്രിസ്തുവിനെ തോളിലല്ല ഇന്ന് വഹിക്കുന്നത്, ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നു. ഈ നിയമപെട്ടകം ദൈവമക്കൾക്കും നിഴലാണ്, ദൈവമക്കളെയും കാണിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നപ്പോൾ നിയമപെട്ടകം കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഉണ്ടെന്നാണ് ഒരു വ്യാഖ്യാനം. തുറന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആറാമത്തെ കാര്യം ഈ ദൈവാലയത്തിന്റെ കാര്യം തന്നെയാണ്. 15-ാം അധ്യായം 5-ാമത്തെ വാക്യം, 15-ാം അധ്യായം 5-ാം വാക്യം. ഇതിന് ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. അവിടെയും ദൈവാലയം തുറന്നു. സാക്ഷ്യകൂടാരമായ ദൈവാലയം. ആ ദൈവാലയത്തിന്റെ വർണ്ണന പറഞ്ഞു വന്നിട്ടാണ് 16-ാം അധ്യായം 17-ാം വാക്യം ഞാൻ പ്രാരംഭത്തിൽ വായിച്ച വാക്യം. 7-ാമത്തെ തന്നെ കലശം ആകാശത്തിൽ ഒഴിച്ചപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. ഇവിടെ ദൈവാലയത്തിൽ സിംഹാസനം. നമ്മൾ നേരത്തെ 11-ാം അധ്യായം 19-ാം വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, നിയമപെട്ടകം പ്രത്യക്ഷമായി. അവിടെ ദേവാലയത്തിൽ നിയമപെട്ടകം നമ്മൾ കണ്ടു. ഇവിടെ ദൈവാലയത്തിൽ സിംഹാസനം നമ്മൾ കാണും. ആലയത്തിൽ സിംഹാസനം. സാധാരണ കൊട്ടാരത്തിലാണ് സിംഹാസനമുള്ളത്. പക്ഷെ ഈ ആലയത്തിന്റെ പ്രത്യേകത, ഈ ആലയത്തിൽ സിംഹാസനമുണ്ട്. സിംഹാസനമുണ്ടെങ്കിൽ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരു രാജാവുമുണ്ട്. മഹാരാജാവായ കർത്താവ് ഇരിക്കുന്ന സിംഹാസനമുള്ള ദൈവാലയം അവിടെ തുറന്നു. 7-ാമത് ഒടുവിലായി തുറന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. പുതിയ യെരൂശലേമിന്റെ ആ വാതിലുകൾ അത് അടയ്ക്കത്തില്ലെന്ന് 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വായിക്കുന്നു. 21-ാം അധ്യായം 25-ാം വാക്യം, 21-ാം അധ്യായം 25-ാം വാക്യം. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. മലയാളത്തിൽ ഗോപുരങ്ങൾ എന്നാണ്, ഇംഗ്ലീഷിൽ ഗേറ്റ്സ് എന്നാണ്. പുതിയ യെരൂശലേമിന്റെ മതിലിന് 12 വാതിലുകളുണ്ട്. ഈ വാതിലുകൾ ഒന്നും അടയ്ക്കത്തില്ല, 24 മണിക്കൂറും തുറന്നിരിക്കുന്നു. കാരണം രാത്രിയില്ല. രാത്രി ഉണ്ടെങ്കിലല്ലയോ വാതിൽ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ യോഹന്നാനെതിരെ ഒരു വാതിൽ അടഞ്ഞു കിടക്കുമ്പോൾ വേണ്ട 7 വാതിലുകൾ ഇങ്ങേപ്പുറത്ത് ഭക്തന് വേണ്ടി തുറന്നിട്ടിട്ടുണ്ട്. നിനക്കെതിരെ ശത്രു ഒരു വാതിലെ കൊട്ടി അടച്ചിട്ടുള്ളൂ. ആ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒന്നിലധികം വാതിലുകൾ ഇങ്ങേപ്പുറത്ത് തുറന്നിട്ടിട്ടുണ്ട്. ഈ യോഹന്നാൻ എന്തുകൊണ്ടാണ് പത്മോസ് ദ്വീപിലായതെന്ന് 1-ാം അധ്യായത്തിൽ യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് വായിക്കുന്നു. ഏത് കാരണത്താലാണ് യോഹന്നാൻ പത്മോസ് ദ്വീപിലായത്? 1-ാം അധ്യായം 9-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. 2 കാരണങ്ങളാൽ അല്ലെങ്കിൽ 2 പ്രസംഗ വിഷയത്താൽ യോഹന്നാൻ പത്മോസിലായി. യോഹന്നാന്റെ പ്രസംഗ വിഷയം 2ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1 ദൈവവചനം, അവൻ പ്രസംഗിക്കുന്നത് മുഴുവൻ ദൈവവചനം. 2 യേശുവിന്റെ സാക്ഷി, യേശുവിനെ പറ്റി പറയുന്ന സാക്ഷി.
അപ്പോൾ യേശുവിനെ ഉയർത്തി കാണിക്കുന്നു, ദൈവവചനം ഉയർത്തി കാണിക്കുന്നു. ഇതാണ് യോഹന്നാന്റെ പ്രസംഗ വിഷയമെന്ന് പറയുന്നത്. യേശുവും ദൈവവചനവും. അതാണ് ഏത് കർത്തൃദാസന്മാരുടെയും പ്രസംഗ വിഷയമാകേണ്ടത്, ആയിരിക്കേണ്ടത്. ഈ രണ്ടെണ്ണമാണ്. യേശുവിനെ ഉയർത്തി കാണിക്കുക, ദൈവവചനം പ്രസംഗിക്കുക. ഈ രണ്ട് കാരണങ്ങളാൽ പത്മോസിലായി. ഇവിടെ യോഹന്നാൻ ധൈര്യത്തോടെ, പ്രാഗൽഭ്യത്തോടെ തന്റെ പേര് പറയുകയാണ്, യോഹന്നാൻ എന്ന ഞാൻ. ഇതല്പം മനസ്സിലാക്കേണ്ട കാര്യമാണ്. യോഹന്നാൻ 5 പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം, പിന്നെ 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, 3 ലേഖനങ്ങൾ. 5-മതായിട്ട് പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട്. ഇതാണ് റൈറ്റിംഗ്സ് ഓഫ് ജോൺ എന്ന് പറഞ്ഞ് ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്, യോഹന്നാന്റെ എഴുത്തുകൾ. ഇതിൽ യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുമ്പോൾ ഒരിക്കലും തന്റെ പേര് യോഹന്നാൻ പരാമർശിച്ചിട്ടില്ല. തന്റെ പേര് പറയേണ്ട സ്ഥാനത്ത് ഒന്നുകിൽ യേശു സ്നേഹിച്ച ശിഷ്യൻ, അല്ലെങ്കിൽ മറ്റേ ശിഷ്യൻ, വേറൊരുത്തൻ എന്ന് മാത്രമാണ് യോഹന്നാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. അത് മനസ്സിലാക്കിയാലേ ഇവിടെ യോഹന്നാൻ എന്ന ഞാൻ എന്ന ആഠ്യത്തോടെ, പ്രാഗൽഭ്യത്തോടെ യോഹന്നാൻ പറഞ്ഞതിന്റെ രഹസ്യം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം, താൻ എഴുതിയ സുവിശേഷത്തിൽ തന്നെ പറ്റി പറയുന്നിടത്ത് 5 ഇടത്ത് അത് ഞാൻ പറയാം. യേശു സ്നേഹിച്ച ശിഷ്യനെന്നാണ് തന്നെ പറ്റി പറഞ്ഞത്, അല്ലെ യോഹന്നാൻ എന്ന് ഇവൻ പറഞ്ഞിട്ടില്ല. 13-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാം വാക്യം, 13-23. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ആര്? ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ. ഇവിടെ വേണം യോഹന്നാന് പറയാം, ശിഷ്യന്മാരിൽ വെച്ച് യോഹന്നാൻ എന്ന ഞാൻ. അങ്ങനല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്, യോഹന്നാൻ എന്ന ഞാൻ. പക്ഷെ സുവിശേഷത്തിൽ അത് പറഞ്ഞില്ല. യേശു സ്നേഹിച്ച ഒരുത്തൻ. തന്നെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്, യേശു സ്നേഹിച്ച ഒരുത്തൻ. ഇനി രണ്ടാമത് ആ പദം നമ്മൾ കാണുന്നത് 19-ാം അധ്യായത്തിലാണ്, ക്രൂശിന്റെ ചൂട്ടിൽ. 19-ാം അധ്യായം 25-ാം വാക്യം, 19-25. യേശുവിന്റെ ക്രൂശിനധികൻ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്. യോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ എഴുതിയതാ. അവിടെ വേണം യോഹന്നാന് പറയാം, യോഹന്നാൻ എന്ന ഞാനും നിൽക്കുന്നത് യേശു കണ്ടിട്ട്. അങ്ങനല്ല, യേശു സ്നേഹിച്ച ശിഷ്യൻ നിൽക്കുന്നത് കണ്ടു. അവിടെ യോഹന്നാൻ തന്റെ പേര് മറച്ചു വെച്ചു. ഇനി മൂന്നാമത് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന യോഹന്നാൻ പറയുന്നത് 20-ാം അധ്യായത്തിലാണ്. 20-ാം അധ്യായം 1-2 വാക്യം, 1-2. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വാതിൽക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെ അടുക്കൽ ചെന്നു. ആരാ യേശുവിന് പ്രിയനായി? പ്രിയൻ എന്ന മലയാളത്തിൽ ഇവിടെ എഴുതിയിരിക്കുമ്പോൾ ദ ഡിസൈപ്പിൾ ഹൂം ജീസസ് ലൗഡ് എന്ന ഇംഗ്ലീഷിൽ, ബാക്കി 4 എഴുതിയ അതേ വാക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ ഡിസൈപ്പിൾ ഹൂം ജീസസ് ലൗഡ്. യേശു സ്നേഹിച്ച ശിഷ്യന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. അവിടെ യോഹന്നാൻ തന്റെ പേര് മറച്ചു വെച്ചു. ഇനി 4, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് കാണുന്നത്
21 അധ്യായം 7 വാക്യം, 21:7. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. യേശു മരിച്ചു അടക്കപ്പെട്ടു, ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോയി. അതിൽ 7 പേര് തിബരിയാസ് കടക്കരയിൽ ഒന്നിച്ചു കൂടുന്നു. പിന്നെ മീൻ പിടിക്കാനായിട്ട് പോകുന്നു. രാവിലെ ഒന്നും കിട്ടാതെ അവർ വരുന്നു. കരയിൽ നിന്ന് യേശു വിളിച്ചു ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഒന്നുമില്ല. അവർക്ക് മനസ്സിലായില്ല യേശുവായി പറയുന്നത്. പടകിന്റെ വലത്തു ഭാഗത്ത് വീശാൻ പറഞ്ഞു. അപ്പോഴും ഇവർക്ക് മനസ്സിലാകുന്നില്ല അത് യേശുവാണ്. പ്രായമുള്ളൊരു മുക്കുവനാണെന്ന് അവര് കരുതിയത്. പെട്ടപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിൽക്കുന്നത് യേശുവാണെന്ന് പറഞ്ഞു. യേശുവിനെ തിരിച്ചറിഞ്ഞ ആ യോഹന്നാന് വേണ്ടി അഭിമാനത്തോടെ പറയാം, യോഹന്നാൻ എന്ന ഞാൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ്. അവിടെയും യോഹന്നാൻ തന്നെ തന്നെ മറച്ചു വെച്ചു. 5ാമത് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന വാക്ക് കാണുന്നത് 21 അധ്യായം 20 വാക്യത്തിലാണ്. 20 വാക്യം, പത്രോസ് തിരിഞ്ഞ യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടിട്ട്, യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടിട്ട്. ഇപ്പൊ ഇവിടെ എല്ലാം യോഹന്നാൻ തന്റെ പേര് വെളിപ്പെടുത്തിയില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ. ഇനിയുണ്ട് തെളിവ്. മറ്റേ ശിഷ്യൻ എന്നൊക്കെ യോഹന്നാൻ തന്നെ തന്നെ പറ്റി പറയുന്നുണ്ട്. അതിലൊരു സംഭവം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 18 അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായം 15 മുതൽ 18 വരെ. 18 അധ്യായം 15 മുതൽ 18 വരെ. ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും, കണ്ടോ ആരായി മറ്റൊരു ശിഷ്യൻ? യോഹന്നാനാണ്. നേരത്തെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് തന്നെ പറ്റി പരിചയപ്പെടുത്തിയത്. ഇവിടെ അങ്ങനല്ല, മറ്റൊരു ശിഷ്യൻ. അവിടെ യോഹന്നാൻ തന്നെ തന്നെ അങ്ങ് ഒളിപ്പിക്കുകയാണ്. ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിന്റെ പിന്നാലെ ചെന്നു. യേശുവിനെ പിടിച്ച് ഗെത്സമന തോട്ടത്തിൽ നിന്ന് പിടിച്ച് വിസ്താരത്തിന് കൊണ്ടുപോവുക കയ്യഫാവിന്റെ അന്നാവിന്റെ അരമനയിലേക്ക്. ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവനാകിയാൽ, ഏത് ശിഷ്യൻ? മറ്റേ ശിഷ്യൻ അല്ലെങ്കിൽ യോഹന്നാൻ മഹാപുരോഹിതന് പരിചയമുള്ളവനാകിയാൽ യേശുവിനോടുകൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് കടന്നു. അപ്പൊ യോഹന്നാൻ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് അകത്ത് ആ മുറ്റത്തേക്ക് കടന്നു. പ്രധാന വാതിൽ കടന്ന് അകത്തോട്ട് ഇരുന്നു. ഇവന് യോഹന്നാന് മഹാപുരോഹിതന് പരിചയമുണ്ട്. മഹാപുരോഹിതന്റെ വീട്ടുകാർക്ക് യോഹന്നാനെ പരിചയമുണ്ട്. അപ്പൊ വാതിക്കൽ നിന്ന ആൾക്ക് യോഹന്നാനെ അറിയാം. യേശുവിനെ കൊണ്ടുപോയി യോഹന്നാനും വന്നപ്പോൾ ഇവനും കയറിപ്പോയി. ഈ പരിചയം എങ്ങനെയാണ് വന്നത് എന്നതിനെ പറ്റി വേദപണ്ഡിതന്മാർ പറയുന്നത്, ഈ യോഹന്നാൻ യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് മുക്കുവനായിരുന്നു. അപ്പോൾ ഈ മഹാപുരോഹിതന്റെ വീട്ടിൽ മത്സ്യം കൊടുത്തിരുന്നത് ഈ യോഹന്നാനായിരുന്നെന്നും അങ്ങനെ ഉണ്ടായതായ പരിചയമാണെന്നാണ് ഭൂരിപക്ഷം വേദപണ്ഡിതന്മാരും പറയുന്നത്. അതായിരിക്കാൻ സാധ്യത. എല്ലാവർക്കും പരിചയമുണ്ട്. വാതിൽക്കൽ നിൽക്കുന്നവർക്കും വേലക്കാരത്തിക്കും എല്ലാവർക്കും യോഹന്നാനെ അറിയാം. ഇവൻ ആ വീട്ടിൽ എപ്പോഴും ചെല്ലുന്ന വ്യക്തിയാണ്. ഏതായാലും ഇദ്ദേഹവും അകത്ത് കടന്നു, ഈ മറ്റേ ശിഷ്യൻ അല്ലെങ്കിൽ യോഹന്നാൻ. 16 വാക്യം, പത്രോസ് വാതിൽക്കൽ പുറത്ത് നിൽക്കുമ്പോൾ, അപ്പൊ പത്രോസ് അകത്ത് കയറിയില്ല, കടത്തി വിട്ടില്ല. മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ, പിന്നെ യോഹന്നാൻ തന്നെ പരിചയപ്പെടുത്തുന്നത് മറ്റേ ശിഷ്യൻ, പുറത്തു വന്നു വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞ പത്രോസിനെ അകത്ത് കയറ്റി. അപ്പോൾ അത്രയും സ്വാധീനത ഈ യോഹന്നാനുണ്ട്. റെക്കമെൻഡ് ചെയ്തു, വാതിൽ കാലത്ത് എന്റെ കൂട്ടുകാരനെ വെളിയിൽ നിൽക്കുന്നു അകത്തോട്ട് കയറ്റാൻ. പത്രോസിനെ അകത്ത് കയറ്റി. 17 വാക്യം, വാതിൽ കാക്കുന്ന ബാലിക്കാര്യത്തെ പത്രോസിനോട് നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാർ ഒരുവനോ എന്ന് ചോദിച്ചു. അല്ല എന്ന് അവൻ പറഞ്ഞു. 18 വാക്യം, അന്ന് കുളിർ ആകൊണ്ട് ദാസന്മാരും ചേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരോടുകൂടെ
തീ കാഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ അല്പം നിന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് നല്ല തണുപ്പുള്ള രാത്രിയാണ്. തീ കൂട്ടി എല്ലാവരും തീ കായുക. പത്രോസും തീ കായുന്നവരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നിൽക്കുക. ഈ തണുപ്പ് മറ്റേ ശിഷ്യൻ എന്ന് പറഞ്ഞ യോഹന്നാന് ബാധകമല്ലേ? അവന് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇല്ല. അകത്ത് തന്റെ ഗുരുനാഥനെ വിസ്തരിക്കുക. മഹാവിദോഹിതൻ കണ്ണത്തടിക്കുന്നുണ്ട്. ക്രൂരമായി വിസ്തരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന യേശു സ്നേഹിച്ച ശിഷ്യൻ, മറ്റേ ശിഷ്യൻ അല്ലെങ്കിൽ യോഹന്നാൻ, അവൻ തന്റെ തണുപ്പ് മറന്നുപോയി. എന്റെ തണുപ്പല്ല ഇവിടുത്തെ വിഷയം, എന്റെ ഗുരുനാഥനെ തല്ലുന്നു, ഉപദ്രവിക്കുന്നു. ആ കാഴ്ചയും ചിന്തയും ഭരിച്ചപ്പോൾ തന്റെ ശാരീരികമായ സുഖ സൗകര്യങ്ങൾ അവൻ മറന്ന്, തണുപ്പ് മറന്ന്, അവൻ ആ വാതിക്കൽ അകത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ മറ്റേ പത്രോസ് ഉണ്ടല്ലോ, തീ കായുന്നവരുടെ കൂട്ടത്തിൽ പോയിരിക്കുക, മറ്റേ ശിഷ്യൻ. ഇനി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പോൾ തന്നോടുകൂടെ നിന്ന 2 ശിഷ്യന്മാർ യോഹന്നാ സ്നാപകനെ വിട്ട് യേശുവിന്റെ പുറകെ പോയി. അതിലൊരു ശിഷ്യന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അന്ത്രയാസ്. 1-ാം അധ്യായം 37-ാം വാക്യം ആദ്യം ഞാൻ വായിക്കാം. 1:37. അവൻ പറഞ്ഞത് 2 ശിഷ്യന്മാർ കേട്ടു, യേശുവിനെ അനുഗമിച്ചു. നീ 40-ാം വാക്യം. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയാസ് ആയിരുന്നു. മറ്റേ ശിഷ്യൻ യോഹന്നാനാണെന്നാണ് പണ്ഡിതന്മാർ. എല്ലാവരും പറയുന്നത് അത് യോഹന്നാനാണ്. ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഒരുത്തൻ അന്ത്രയാസ്, മറ്റേത് യോഹന്നാനാണ്. അവനത് ഒളിച്ചു വച്ചു. അപ്പൊ തന്റെ സുവിശേഷത്തിൽ തന്റെ പേര് പറയാതെ മറച്ചു പോയവൻ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ അവൻ തന്നെ മറയ്ക്കാനല്ല ശ്രമിച്ചത്. ദൈവത്തിന്റെ വചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം യോഹന്നാൻ എന്ന നമ്മളെ തന്നെ മറച്ചും ഒളിപ്പിച്ചും കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവിനെ ശുശ്രൂഷിക്കുന്നു, നമ്മുടെ പേര് പുറത്തു വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. പക്ഷെ മറ നീക്കി ദൈവത്തിലെ നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു ദിവസമുണ്ട്. എന്നും മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. ദൈവം മറച്ചു വയ്ക്കത്തുമില്ല. ഒളിച്ചും പാത്തുമൊക്കെ കർത്താവിനെ ആരാധിക്കുന്ന അനേക സഹോദരിമാരുണ്ട്. അധിക നാൾ ഒളിച്ചിരിക്കേണ്ടി വരികയില്ല. മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ തങ്ങളെ തന്നെ വെളിപ്പെടുത്താതെ മറഞ്ഞ് അധിക നാള് മുന്നോട്ട് പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിർത്തുന്ന സമയം, ദിവസം മുന്നിലുണ്ട്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ സിംഹാസനം എന്ന വാക്ക് ആവർത്തിച്ച് അനേക പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, ധാരാളം പ്രാവശ്യം. അതുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പേര് രാജാവിന്റെ സിംഹാസന മുറി എന്ന. എൻ്റെ കയ്യിൽ പല വെളിപ്പാട് പുസ്തക വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. ഒരു 5-ാമത് വെളിപ്പാട് പുസ്തക വ്യാഖ്യാന പുസ്തകങ്ങളുണ്ട്. അതിലൊരു പുസ്തകത്തിന്റെ പേര് രാജാവിന്റെ സിംഹാസന മുറി. ഈ വെളിപ്പാട് പുസ്തകത്തിൽ സിംഹാസനം എന്ന വാക്ക് ആവർത്തിച്ച് പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട്.
ആ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന 4 ശബ്ദങ്ങൾ. അതാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ തുടർന്ന് പഠിക്കാൻ പോകുന്ന വിഷയം. സ്വർഗത്തിലെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന 4 ശബ്ദങ്ങൾ. 1, 16-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ പ്രാരംഭത്തിൽ വായിച്ച വാക്യമാണ്. 16-ന്റെ-17 ഒന്നുകൊണ്ട് ഞാൻ വായിക്കുന്നു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. ഇറ്റ് ഈസ് ഡൺ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത് തീർത്തിരിക്കുന്നു. സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ട 1-ാമത്തെ ശബ്ദം ഇറ്റ് ഈസ് ഡൺ. ഈ വാക്ക് ഇറ്റ് ഈസ് ഡൺ എന്നുള്ള വാക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പിന്നെയും പറയുന്നുണ്ട്. 21-ാം അധ്യായം 6-ാം വാക്യം 21-ന്റെ-6-ലും ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന വാക്ക് ഒരു പ്രാവശ്യമല്ല, വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് 2 പ്രാവശ്യം എഴുതി. ഇറ്റ് ഈസ് ഡൺ, സംഭവിച്ചു തീർന്നു. എന്താണ് അതിന്റെ അർത്ഥം? പൂർത്തീകരിച്ചു എന്ന. നമ്മുടെ ദൈവം പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ഒരു കാര്യം ദൈവം ചെയ്താൽ അത് ദൈവം മനോഹരമായിട്ട് തന്നെ പൂർത്തീകരിക്കും. ഒരു ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഓരോ ദിവസവും ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്തത് പൂർണ്ണമായി നന്നായി ചെയ്തു, നല്ലത് എന്ന് ദൈവം കണ്ടു. അല്ലാതെ കുറച്ച് വിഷയങ്ങളെ ദൈവം ഉണ്ടാക്കി, അതിനടുത്ത ദിവസം ഇന്നലെ ഉണ്ടാക്കിയത് പോരാ, കുറച്ചും കൂടെ വിഷം ഉണ്ടാക്കാന്ന് പറഞ്ഞ കുറച്ച് വിഷയങ്ങളെ ഒന്നും ഉണ്ടാക്കിയില്ല. 5-ാം ദിവസം മൃഗങ്ങളെ ഒക്കെ ഉണ്ടാക്കി, പക്ഷികളെ ഒക്കെ ഉണ്ടാക്കി, ജീവജന്തുക്കളെ. 6-ാം ദിവസം ആയപ്പോൾ ആ ഉണ്ടാക്കിയ പക്ഷികൾ പോരാ എന്ന് പറഞ്ഞ് കുറച്ചും കൂടെ പക്ഷികളെ അടുത്ത ദിവസം ഉണ്ടാക്കിയില്ല. ചെയ്തത് മുഴുവൻ, സൃഷ്ടിച്ചത് മുഴുവൻ പെർഫെക്റ്റായി പൂർണ്ണമായി ദൈവം ചെയ്തു. ദൈവം ഒരു കാര്യം നിനക്ക് വേണ്ടി ചെയ്താൽ അത് നന്നായി തന്നെ പൂർണ്ണമായിട്ട് തന്നെ ദൈവം ചെയ്തു തരും. കർത്താവിന്റെ ജീവിത ശുശ്രൂഷയും അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ക്രൂശിൽ വെച്ച് കർത്താവ് ഒടുവിലായി പറഞ്ഞത് ഇറ്റ് ഈസ് ഡൺ, പൂർത്തീകരിച്ചു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലവും നിവർത്തിയായി ഫിനിഷ് ചെയ്തെന്ന കർത്താവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നന്നായി ചെയ്ത് നിവർത്തീകരിച്ചു, പൂർണ്ണമായി ചെയ്തു, ഫിനിഷ് ചെയ്തു. സിംഹാസനത്തിൽ നിന്ന് കേൾക്കുന്ന 1-ാമത്തെ ശബ്ദം ഇറ്റ് ഈസ് ഡൺ, പൂർത്തീകരിക്കും. ഞാനത് വിശദീകരിക്കുന്നുണ്ട്, ബാക്കി 3 ശബ്ദം കൂടെ ഒന്ന് ഓർപ്പിച്ചിട്ട്. അപ്പോൾ 1-ാമത്തെ ശബ്ദം ഇറ്റ് ഈസ് ഡൺ, പൂർത്തീകരിച്ചു. ഇനി 2-ാമത്തെ ശബ്ദം, സിംഹാസനത്തിൽ കേൾക്കുന്ന 2-ാമത്തെ ശബ്ദം 21-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ നിർത്തി വായിക്കാൻ. 21-ാം അധ്യായം 3-ാം വാക്യം ആദ്യം വായിക്കുന്നു. സിംഹാസനത്തിൽ നിന്ന്. അത് വേണം നമ്മുടെ മനസ്സിലിരിക്കാൻ. നേരത്തെ നമ്മൾ കണ്ടു സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. 16-ാം അധ്യായം 17-ാം വാക്യം. ഇനി സിംഹാസനത്തിൽ നിന്ന് വരുന്ന 2-ാമത്തെ ശബ്ദം 21-ാം അധ്യായം 3-ാം വാക്യം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും,
അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. ഇതാണ് സിംഹാസനത്തിൽ നിന്ന് കേൾക്കുന്ന രണ്ടാമത്തെ ശബ്ദം. മനുഷ്യരോടുകൂടെ കൂടാരത്തിൽ വസിക്കുന്ന ദൈവം. മനുഷ്യരോടുകൂടെ കൂടാരത്തിൽ വസിക്കുന്ന ദൈവം. മമ്രയുടെ തോപ്പിൽ അബ്രഹാമിനോടുകൂടെ വന്നിരുന്ന ദൈവം. മുൾപ്പടപ്പിൽ മോശയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം. യോസേഫിന് വേണ്ടി കാരാഗ്രഹത്തിൽ ഇറങ്ങിച്ചെന്നതായ ദൈവം. രണ്ട് കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്ന യേശു കർത്താവ്. സിംഹക്കുഴിയിൽ ദാനിയേലിനു വേണ്ടി ഇറങ്ങിച്ചത്. തീച്ചൂളയിൽ എബ്രായ ബാലന്മാർക്ക് വേണ്ടി ഇറങ്ങിച്ചത്. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഇറങ്ങി വന്ന് നമ്മോടുകൂടെ ഇരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. സിംഹക്കുഴിയാകട്ടെ, തീച്ചൂളിയാകട്ടെ, കാരാഗ്രഹമാകട്ടെ, വനമാകട്ടെ, മരുഭൂമിയാകട്ടെ, ജീവിത സാഹചര്യത്തിൽ രണ്ടു വശത്തെ കള്ളന്മാരാകട്ടെ, അവിടെ നടുവിലല്ലയോ യേശു കിടന്നു. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഇറങ്ങി വന്ന് നമ്മോടുകൂടെ ഇരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഞാൻ വിശദീകരിക്കുന്നുണ്ട്, ശേഷം രണ്ട് കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചിട്ട്. സിംഹാസനത്തിൽ നിന്ന് കേൾക്കുന്ന മൂന്നാമത്തെ ശബ്ദം, 21 അധ്യായം തന്നെ 4-ാം വാക്യം. അവൻ അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. കണ്ണുനീര് തുടച്ചു കളയും. സിംഹാസനത്തിൽ കേൾക്കുന്ന ശബ്ദമാണ്. കണ്ണുനീര് തുടച്ചു കളയും. ഈ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ 4-5 വാക്യങ്ങളിൽ യോഹന്നാനോട് മൂപ്പന്മാർ ഒരുത്തൻ പറഞ്ഞു, യോഹന്നാനെ നീ കരയണ്ട. പുസ്തകം വായിക്കാൻ, മുദ്ര പൊട്ടിക്കാൻ ആരെയും കാണാഞ്ഞതുകൊണ്ട് യോഹന്നാൻ ഇന്ന് കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാർ ഒരുത്തൻ പറഞ്ഞു, കരയണ്ട എന്ന് അന്ന് പറഞ്ഞ ആ ശബ്ദം ഈ 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കണ്ണുനീര് തുടച്ചു കളഞ്ഞു. പിന്നെ കണ്ണുനീരില്ല. നയീനിലെ വിധവയോട് പറഞ്ഞു, സ്ത്രീയെ കരയണ്ട എന്ന് പറഞ്ഞവൻ അവളുടെ കണ്ണുനീര് തുടച്ചു കളഞ്ഞു. ആ മകൻ ഏകജാതനായ മകനാണ്. നമ്മൾ ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിലാണ് ആ സംഭവം വായിക്കുന്നത്, 11 മുതൽ 17 വരെ. അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവ. അവളോടാണ് പറഞ്ഞത് കരയണ്ട. മകനെ ഉയർപ്പിച്ച് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ട്. അവളുടെ കയ്യിൽ കൊടുത്തു. ഏത് മകന് വേണ്ടി കരഞ്ഞോ ആ മാതാവിന്റെ കയ്യിലേക്ക് മകനെ കൊടുത്തു. ഏതാണ്ട് ഇതുപോലൊരു സംഭവം ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിലുണ്ട്. 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. നേരത്തെ 7-ാം അധ്യായത്തിലാണ് നയീലിലെ വിധവയെ കാണുന്നതെങ്കിൽ 9-ാം അധ്യായത്തിൽ മകൻ ദുരാത്മാവ് പിടിച്ച ഒരു അപ്പനെ കാണും. 37-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ആ ദുരാത്മാവ് പിടിച്ച മകനെ യേശു സൗഖ്യമാക്കി. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു 42-ാം വാക്യത്തിൽ, ലൂക്കോസ് വിശേഷം 9-ാം അധ്യായം 42-ാം വാക്യം, ആ മകനെ അപ്പനെ ഏൽപ്പിച്ചു. ആ മകനെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് ഏക മകൻ. 38-ാം വാക്യത്തിലുണ്ട് ഏക മകൻ. നയീനിലെ വിധവയുടെ മകൻ ഏക മകൻ. അവനെ ഉയർപ്പിച്ച് അമ്മയുടെ കൈ കൊടുത്തു. 9-ാം അധ്യായത്തിൽ കാണുന്ന ദുരാത്മാവ് പിടിച്ച മകൻ ഏക മകൻ. ആ മകനെ വിടുവിച്ച് അപ്പനെ ഏൽപ്പിച്ചു. ആര് മക്കൾക്ക് വേണ്ടി കരയുന്നുവോ ആ മാതാവിന്റെ കയ്യിൽ അല്ലെങ്കിൽ പിതാവിന്റെ കയ്യിൽ
കർത്താവ് ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കും, വിടുവിച്ച് തിരിച്ചു കൊടുക്കും. കരയുന്നവരുടെ കയ്യിലാണ് വിടുതൽ കർത്താവ് കൊടുക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നുണ്ട്, നാലാമത്തേതും കൂടെ കണ്ടിട്ട്. അവൾ ഒന്ന്, ഇറ്റ് ഈസ് ഡൺ, പൂർത്തീകരിച്ചു. രണ്ടാമത് നമ്മള് 21-ാം അധ്യായത്തിൽ കണ്ടത് ദൈവം മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം. മൂന്നാമത് കണ്ടു കണ്ണുനീര് തുടച്ചു കളയും, സിംഹാസനത്തിൽ കേൾക്കുന്ന ശബ്ദമാണ്. ഇനി നാലാമത്തെ ശബ്ദം 21-ാം അധ്യായം 5-ാം വാക്യം, 21-5. ഇനി മരണം ഉണ്ടാകില്ല, ദുഃഖവും മുതവളി കഷ്ടതയും ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ആ വാക്ക് ശ്രദ്ധിച്ചോ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് നാലാമത്തെ ശബ്ദം. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. പുതുതാക്കുന്ന ഒരു കർത്താവ്. അത് ബൈബിളിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് പുതുതാക്കുക. നയമാന് സൗഖ്യം കിട്ടിയപ്പോൾ അവന്റെ സൗഖ്യത്തെ പറ്റി പറയുന്നത് അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി. പഴയതുപോലെ ആയെന്നല്ല, പുതുതാക്കി. പഴയതാക്കിയതല്ല, ചെറിയ ബാലന്റെ ദേഹം പോലെ അവനാക്കി. യെശയ്യാപ്രവചനത്തിലാണ് പുതുതാക്കുക എന്ന വാക്ക് ആവർത്തിച്ച് നമ്മൾ കാണുന്നത്. ഒരു 2-3 വാക്യം ഞാനൊന്ന് വേഗം ചൂണ്ടിക്കാണിക്കുക. 42-ാം അധ്യായം 9-ാം വാക്യത്തിൽ യെശയ്യാപ്രവചനം, ഞാൻ പുതിയത് ഒന്ന് അറിയിക്കുന്നു. 42-9. അപ്പൊ ദൈവം പുതിയത് അറിയിക്കുന്നവനാണ്. ഇനി 43-ാം അധ്യായം 18-19 വാക്യത്തിൽ, 43-ന്റെ 18-19, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. 42-ാം അധ്യായത്തിൽ ഞാൻ പുതിയത് അറിയിക്കുന്നു. 43-ാം അധ്യായത്തിൽ ഞാൻ പുതിയത് ചെയ്യുന്നു. യെശയ്യാപ്രവചനം 31-ാം അധ്യായത്തിൽ അതിന് 34-ാം വാക്യത്തിൽ, അവൻ പാപം ഓർക്കുക പോലുമില്ല, പഴയതെല്ലാം കളഞ്ഞു. 104-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, അവൻ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു, ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. ഈ യെശയ്യാപ്രവചനം തന്നെ 65-ാം അധ്യായം 17-ാം വാക്യം, 65-ന്റെ 17, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. അതെന്നെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലും കാണുന്നുണ്ട്, പുതിയ ആകാശവും പുതിയ ഭൂമി. ചുരുക്കത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ തരുന്ന 4 ഉറപ്പുകളാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ രത്ന ചുരുക്കം. അതുകൂടെ പറഞ്ഞ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ നമുക്ക് നൽകുന്ന 4 ഉറപ്പുകൾ. 1, നിങ്ങൾക്ക് വേണ്ടി ദൈവം നിവർത്തിക്കും. ഇറ്റ് ഈസ് ഡൺ. നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ഉറപ്പ്. രണ്ടാമത്തെ ഉറപ്പ്, നിങ്ങളോടുകൂടെ വസിക്കും. നിന്റെ ജീവിത സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും അവിടെ ഇറങ്ങി വന്ന് നിങ്ങളോടുകൂടെ വസിക്കും. രണ്ടാമത്തെ ഉറപ്പതാണ്. 3, കണ്ണുനീര് തുടച്ചു കളയും. ഇന്ന് കണ്ണുനീരുണ്ട്, വേദനയുണ്ട്. യാമങ്ങളിലും യാമാകമ്മകളിലും എഴുന്നേറ്റ് കരയുന്നു, കണ്ണീരുകൊണ്ട് കിടക്കെ നനയ്ക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ തരുന്ന 3-ാമത്തെ ഉറപ്പ്, ഞാൻ നിന്റെ കണ്ണുനീര് തുടയ്ക്കും. 4-ാമത്തെ ഉറപ്പ്, എല്ലാം ഞാൻ പുതുതാക്കും. എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ
ഇന്ന് രാത്രി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ നമുക്ക് തരുന്ന 4 ഉറപ്പുകൾ. ഒന്ന്, നിവർത്തിക്കും. ചെയ്യാനുള്ളതെല്ലാം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളത്, നമുക്ക് വേണ്ടി ചെയ്യാനുള്ളത്, കുടുംബത്തിന് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ഭംഗിയായി ചെയ്ത് നിവർത്തിക്കും. 2, നിന്റെ ജീവിത സാഹചര്യത്തിൽ നിന്നോടുകൂടി അവൻ വസിക്കും. ആരെല്ലാം കൂടെ ഇല്ലെങ്കിലും നിന്നോടുകൂടെ ദൈവ കർത്താവുണ്ട്. 3, നിന്റെ കണ്ണുനീര് തുടയ്ക്കും. 4, എല്ലാം പുതുതാക്കും. ഈ ഉറപ്പിൽ നമ്മുടെ ജീവിതകാലം മുന്നോട്ട് ദൈവം നമ്മെ സഹായിക്കും.